പ്രണയം അങ്ങനെയാണ്. കനൽ മൂടിക്കിടന്നാലും അത് ജ്വലിച്ചുകൊണ്ടിരിക്കും. വർഷം എത്ര കഴിഞ്ഞാലും മരിച്ചുപോയവരെ ഓർത്ത് കാവ്യെടുത്ത് കഴിയുന്ന സ്ത്രീകളില്ലേ, വളർത്തി വലുതാക്കിയ സ്നേഹം വാരിത്തന്നവരെ പിരിഞ്ഞിറങ്ങി ഓടുന്ന കാമുകിമാരില്ലേ, ചെന്നെത്തുന്നയിടം സ്നേഹമോ വെറുപ്പോ എന്തായിരിക്കുമെന്നറിയാതെ പ്രണയത്തിന്റെ വിളി കേട്ട് ഇറങ്ങിയവൾ. നെഞ്ചു തകർന്ന മാതാപിതാക്കളുടെ തേങ്ങലുകൾക്കും ശാപവചസ്സുകൾക്കും പുല്ല് വില കൽപ്പിക്കാതെ പ്രണയമഴയിൽ കുളിർന്നു നിൽക്കുന്നവൾ. പ്രണയത്തിന്റെ നിറപ്പുട്ടിൽ ചാലിച്ച വചനങ്ങൾ ഇങ്ങനെ വായിക്കാം: എന്റെ സ്വപ്നങ്ങൾ മുഴുവനും നീയാണ്. നീയാകുന്ന എന്റെ സ്വപ്നങ്ങളെ എന്റെ മെഴികളിൽ സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരുപക്ഷെ അത് കണ്ണീരിൽ അലിഞ്ഞു പോയേക്കാം. പകരം നീയാകുന്ന എന്റെ സ്വപ്നങ്ങളെ എന്റെ ഹൃദയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. എന്തെന്നാൽ എന്റെ ഓരോ ഹൃദയമിടിപ്പും ആ സ്വപ്നത്തെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. കാമുകന്മാരുടെ പ്രണയവചസ്സുകളാണിത്. സൃഷ്ടാവായ റബ്ബിനെ പ്രേമിച്ച് നടക്കുന്ന ആശിക്കുകളുടെ വചനങ്ങളും ഇത് തന്നെയാണ്. കൽബാകുന്ന മായാ ഡയറിയിൽ അവർ കോറിയിടുന്ന പ്രണയക്കുറിപ്പുകൾ അല്ലാഹു മാത്രം. പ്രണയത്തിനപ്പുറം ഇഹലോക സൗന്ദര്യങ്ങൾ അവരെ കൊതിപ്പിക്കില്ല. പ്രാണസഖിയുമായി ബന്ധപ്പെട്ട സകലതിലും അവർ വസന്തം കാണുന്നു. സഖിയുടെ നാമം ഉരുവിടൽ, വീട്, മതിൽക്കെട്ട്, നിറം, പരിമളം, സൗന്ദര്യം, അങ്ങനെ സകല ബിന്ദുവിലും കാമുകിയെ സങ്കല്പിക്കുന്നു. കാമുകി താമസിക്കുന്ന വീടിന്റെ മുറ്റം അടിച്ച് വൃത്തിയാക്കി കൊടുക്കുന്ന കാമുകന്മാർ. 950കളിൽ തൃശൂർ ജില്ലയിലെ പഴുന്നാന, പട്ടിക്കര തുടങ്ങിയ സ്ഥലങ്ങളിലെ പള്ളിമുറ്റങ്ങൾ അടിച്ചുവാരി നടന്നിരുന്ന ഒരു ഫക്കീറുണ്ട്, ഷേഖ് യൂസുഫ് അൽ ഖാദിരി റളിയല്ലാഹു അൻഹു. സ്വർഗീയ തരുണികളായ ഹൂറികളുടെ വിവാഹമൂല്യമാണ് പള്ളി അടിച്ചുവാരൽ. പള്ളികൾക്ക് പുറമെ പൊതു ശൗചാലയങ്ങൾ, ആശുപത്രികൾ ഇവയെല്ലാം വൃത്തിയാക്കി സജ്ജീകരിക്കുക ആ പുണ്യപുരുഷന്റെ പതിവ് പ്രണയമായിരുന്നു. പ്രണയസഖിയായ അല്ലാഹുവിന്റെ ദാസന്മാരെ സേവിക്കൽ. സേവനം പ്രണയമാക്കിയെടുത്ത അനവധി ഔലിയാക്കളുടെ മുത്തുമാലയിലെ ഒരു മണിമുത്ത് ഷേഖ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ആ ഗണത്തിലെ ഉഗ്രകേസരിയാണ്. കാട്ടിൽ നിന്ന് വിറക് വെട്ടി തലച്ചുമടാക്കി വിധവകൾക്ക് നൽകി സായുജ്യമടഞ്ഞ മഹാൻ. പ്രണയ സ്വപ്നങ്ങളായ പൂമ്പാറ്റകൾക്ക് പറക്കാൻ വ്യക്തമായ അതിരുകളില്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അഖിലവും പ്രണയ സുഗന്ധങ്ങളാണ്. ഉറുമ്പ്, പൂച്ച, ക്യാൻസർ രോഗം ബാധിച്ച പട്ടി, തന്നെ അസഭ്യശരം ചെയ്ത മനുഷ്യരടക്കം സകല ജീവികൾക്കും സേവനം സമർപ്പിച്ച റിഫായി ഷേഖിന്റെ പിൻഗാമിയായി യൂസുഫ് ഹാജി സേവനം ചെയ്തു. നാമം ചൊല്ലുന്ന നാവും പ്രണയം പൂക്കുന്ന കൽബുമായി ആ മഹാൻ ഓടി നടന്നു. ആലപ്പുഴ ജില്ലയിലെ പാണാവള്ളിയിൽ ജനിച്ചു വളർന്ന അദ്ദേഹം ബാല്യകാല കൗതുകത്തിന്റെയും കുതൂഹലത്തിന്റെയും നാളുകളിൽ ഹിദായത്തിന്റെ പ്രകാശം തേടിയോടി. ഇസ്ലാമിക വെളിച്ചവും പ്രാഥമിക പാഠങ്ങളും ഏറ്റ് തിരിച്ചുള്ള യാത്ര വണ്ടിക്കാശ് തികയാതെ വഴിമുട്ടി. ബസ് കുന്നംകുളം കഴിഞ്ഞ് കേച്ചേരിയിലെത്തിയപ്പോൾ ഇറങ്ങേണ്ടി വന്നു. അല്പം നടന്ന് ഉൾഗ്രാമമായ പട്ടിക്കര പള്ളിയിലെത്തി. ഉളൂ ചെയ്ത് നിസ്കാരം തുടങ്ങി. ജഹറും സിറും വ്യവച്ഛേദിച്ചറിയാത്ത ആ മനുഷ്യൻ പകൽ നിസ്കാരത്തിൽ തന്നെ ഉറക്കി ഓതി നിസ്കരിച്ചു. ആകെ തന്റെ ഓരോ ചുവടുവെപ്പും കൗതുകത്തോടെ നോക്കിക്കണ്ട സ്ഥലം മുദരിസായ ഷേഖ് കമാലുദ്ദീൻ ഉമർ ഖാദിരി റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞപ്പോൾ സ്നേഹപൂർവം ചാര വിളിച്ചിരുത്തി. പ്യൂപ്പ വിരിഞ്ഞ് പുറത്തു വരുന്ന പൂമ്പാറ്റയുടെ സൗന്ദര്യം ഷേഖ് ഉമർ ഹാജി ആഗതനിൽ ദർശിച്ചു. കൂടുതൽ പരിലാളനയും ജീവിതത്തിന് ഊടും പാവും ആവശ്യമാണെന്ന് മനസ്സിലാക്കി വിവരങ്ങൾ ചോദിച്ചറിയാൻ തുടങ്ങി. നാട്, വീട്, യാത്ര തുടങ്ങിയ ഓരോന്നും അറിയാൻ ഷേഖിൽ ജിജ്ഞാസ പിടിക്കാൻ തുടങ്ങി. ഷേഖുന പഴുന്നാന മൂപ്പരുടെ ചോദ്യത്തിന് മുന്നിൽ ആഗതന്റെ മെഴി വിടർന്നു. അദ്ദേഹത്തിന്റെ ജീവിതകഥ അല്പാൽപമായി വിവരിക്കാൻ തുടങ്ങി. ആലപ്പുഴ ജില്ലയിലെ പൂച്ചാക്കൽ പ്രദേശത്ത് ഒരു ചായക്കട നടത്തി കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിച്ചിരുന്ന കുടുംബത്തിലെ അംഗമാണ് ഞാൻ. ഞങ്ങളുടെ പരിസരത്തെ പേരും പെരുമയുമുള്ള മഹാനരാണ് ഷേഖ് ഫരീദ് ഔലിയ. അവിടെ ഒരു മക്ബറയുണ്ടായിരുന്നു. 4 കല്ലും വെളി എന്ന ആ ഖബറിടത്തിന്റെ മിറ്റവും പരിസരവും അടിച്ചു വൃത്തിയാക്കിയിരുന്നത് എന്റെ മാതാവാണ്. കാലങ്ങളായി ഞങ്ങൾ തന്നെയാണത് ചെയ്തു വരുന്നത്. ചായക്കടയിൽ പിതാവിനെ സഹായിക്കാൻ ഞാനും പോകാറുണ്ട്. ചിലപ്പോൾ പിതാവിനേക്കാൾ കൂടുതൽ ഞാനാണ് ഉണ്ടാവുക. ഒരു നാൾ അവിടെ കണിയാപുരം അബ്ദുൾ റസാഖ് മുസ്ലിയാർ എന്ന പുണ്യപുരുഷൻ വരികയുണ്ടായി. ഞാൻ കടയിൽ നിൽക്കുകയായിരുന്നു. മുറ്റത്തെ വെയിലിൽ എന്റെ മുഖത്തേക്ക് കണ്ണു നട്ട് അദ്ദേഹം നിന്നു. എന്റെ പേരിനൊപ്പം മുസ്ലിയാരെ എന്നിങ്ങനെ ഉറക്കി വിളിച്ചു. ഞാൻ കേട്ടത് സത്യമാണോ എന്ന ഭാവത്തിൽ
പതിയെ നോട്ടം ഞാൻ അദ്ദേഹത്തിൽ ഉറപ്പിച്ചു. കാണേ കാണേ അദ്ദേഹം സ്ഥലം വിട്ടു പോവുകയും ചെയ്തു. അതോടെ എൻ്റെ മനസ്സ് പിടക്കാൻ തുടങ്ങി. പകൽ മുഴുവൻ എരിപിരി കൊണ്ട മനസ്സുമായി ഞാൻ കഴിഞ്ഞു. രാത്രി മിഴി തുറന്ന അതിപ്രഭാതത്തിൽ ഞാൻ വീട് വിട്ടിറങ്ങി. മഞ്ഞിന്റെ മറ ഒരുകിത്തീരാത്തതിനാൽ പുറത്തെ ദൃശ്യങ്ങൾ അവ്യക്തമായിരുന്നു. ആ യാത്ര പൊന്നാനിയിൽ പോയാണ് ഞാൻ വരുന്നത്. ഷെയ്ഖ് ഉമർ ഖാദിരി സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടി. ആകെ തന്റെ കരം കവർന്ന് നെഞ്ചോട് ചേർത്തി. ഇനി എവിടെയും പോവേണ്ട, ഇവിടെ നിന്നാൽ മതി. ജീവിതവും പഠനവും എല്ലാം ഇവിടെയുണ്ട്. യൂസുഫ് ഹാജിയുടെ മേലാകെ ഒരു പുത്തനുണർവ് പടർന്നു കയറി. ഗതകാല ചിന്തകൾ മറഞ്ഞു പോയിരിക്കുന്നു. ഷെയ്ഖ് അബ്ദുൾ റസാഖ് മുസ്ലിയാർ എന്ന കേളികേട്ട വലിയന്റെ അനുഗ്രഹം ഓരോ സിരകളിലും കത്തിപ്പടർന്നുകൊണ്ടിരുന്നു. അദൃശ്യ ശക്തികൾക്കും അമാനുഷിക ശക്തികൾക്കും മാത്രം കഴിയുന്ന ഔന്നത്യ പ്രയോഗം. പാറക്കൂട്ടങ്ങൾ ഉരുക്കിക്കളയാൻ ഔലിയാക്കൾക്ക് സാധിക്കുന്നു. കുഫറിന്റെ കോട്ടകൊത്തളങ്ങളെ ഇളക്കാനും അവർക്ക് സാധിക്കുന്നു. വാളുമായി നബിയെ വെട്ടിനുറുക്കാൻ മദീന പള്ളിയിൽ വന്ന ഉമേർ റളിയല്ലാഹു അൻഹുവിനെ മോനെ ഉമേർ എന്ന ഒറ്റ വിളിയിൽ ഹിദായത്ത് കടത്തിവിട്ട നബി പാരമ്പര്യമാണ് ഔലിയാക്കൾക്കുമുള്ളത്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങൾ ഒറ്റ ദർശനം കൊണ്ട് മാത്രം 500-ലധികം ആളുകളെ ഇപ്രകാരം ഹിദായത്തിലാക്കി. കൂടാതെ അവർ വലിയ ഔലിയാക്കളുമായി കേവല ദർശനം, സ്പർശനം, അതിലൂടെ ഒരു പ്രവാഹമാണ് ഇലക്ട്രോൺ പാസ് ചെയ്യുന്ന പ്രതീതിയിൽ നിലക്കാത്ത പ്രവാഹം. അതിലൂടെ ഹൃദയത്തിലെ തമസ്സകന്ന് ഹിദായത്തിന്റെ പ്രകാശമടിക്കുകയായി. ഒരേ സമയം ശരിയാത്തും ഖാദിരിയ ത്വരീഖത്തും സമന്വയിപ്പിച്ച ഗുരുവാണ് പഴുന്നാന മൂപ്പർ എന്ന പേരിൽ അറിയപ്പെട്ട കമാലുദ്ദീൻ ഉമറുൽ ഖാദിരി റളിയല്ലാഹു അൻഹു. പട്ടിക്കര മുദരിസായ കാലത്ത് പഴുന്നാനയിൽ ഒരാൾക്ക് മാരക ക്യാൻസർ രോഗം. ചികിത്സിക്കാൻ ഉമർ ഖാദിരിയെ സമീപിച്ചു. ഷെയ്ഖുന ഒരു ലേഹ്യമുണ്ടാക്കി തന്റെ ഗുരുവായ ഐലക്കാട് സിറാജുദ്ദീൻ ഷെയ്ഖിന്റെ അരികിൽ കൊണ്ടുപോയി ഗുരുത്വം വാങ്ങി രോഗിക്ക് കൊടുത്തു. രോഗം ഭേദമായി. പഴുന്നാനയിൽ വിഷയം പ്രശസ്തമായി. അങ്ങനെയാണ് ഷെയ്ഖുന പഴുന്നാന പഴയ ജുമുഅ പള്ളിയിൽ മുദരിസാകുന്നത്. ഉമർ ഖാദി തറക്കല്ലിട്ട ആ പള്ളിയിൽ 4.5 പതിറ്റാണ്ടുകാലം ആ സേവനം ധന്യമായിരുന്നു. ഒട്ടനവധി മുരീദുകളെ തർബിയത്ത് ചെയ്ത ജീവിതം. പൂങ്കുയിൽ പോലെ പറന്നെത്തിയ യൂസുഫുൽ ഖാദിരിയെ 2 വിധത്തിലും പടിപടിയായി ഷെയ്ഖുന വളർത്തിക്കൊണ്ടുവന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഉയർന്ന പഠനത്തിനായി പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. ആ സഞ്ചാരത്തിനിടെ കൊച്ചി തോട്ടപ്പള്ളി മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ, ചെരിപ്പൂർ എംബിജി മുസ്ലിയാർ, കൊച്ചി ചെമ്പിട്ടപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ക്ലാപ്പന മുഹമ്മദ് മുസ്ലിയാർ എന്നിവരിൽ നിന്ന് വിദ്യ നുകർന്നു. ദാഹം തീരാതെ വീണ്ടും സഞ്ചാരത്തിനിറങ്ങി. പ്രശസ്ത പണ്ഡിതനും സൂഫിയുമായിരുന്ന പാനായിക്കുളം പുതിയാപ്പിള്ള അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ ചാരത്തണഞ്ഞു. 7 വർഷങ്ങൾ മാറഞ്ചേരിയിൽ പഠനം നടത്തിയ ഷെയ്ഖ് യൂസുഫുൽ ഖാദിരി റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടെ തന്നെ കൈപിടിച്ചുയർത്തിയ പഴുന്നാന മൂപ്പരുടെ സമീപം വരാറുണ്ടായിരുന്നു. ഹജ്ജിന് ഭാഗ്യം ലഭിച്ച മഹാൻ അന്നത്തെ ഏറ്റവും വലിയ ഷെയ്ഖായിരുന്ന ഷെയ്ഖ് സയ്യിദ് അലവി മാലിക്കി റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യാനും ഇജാസത്തുകൾ കരസ്ഥമാക്കാനും സാധിച്ചു. അള്ളാഹുവിന്റെ പ്രത്യേക കരുണയുണ്ട്. കഅബയുടെ ഉള്ളിൽ നിസ്കരിക്കാനും ഭാഗ്യം ലഭിക്കുകയുണ്ടായി. ഖാദിരിയ ത്വരീഖത്തിന്റെ രാജപാത സ്വീകരിക്കുന്നതിന് പഴുന്നാന ഷെയ്ഖ് ഉമർ ഹാജി തന്റെ ആത്മീയ ഗുരുവായ ഐലക്കാട് സിറാജുദ്ദീൻ ഖാദിരിയുടെ ചാരത്ത് കൊണ്ടുപോയി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോഴേക്കും വിജ്ഞാന കുതുകിയായ യൂസുഫുൽ ഖാദിരി സകല വിജ്ഞാന ശാഖകളിലും പ്രാവീണ്യം നേടിയ കരുത്തനും ഗ്രന്ഥങ്ങളുടെ ഉൾപ്പൊരുളറിഞ്ഞ പണ്ഡിതനുമായി അറിയപ്പെട്ടു. ദിക്റിന്റെ മാസ്മരിക ലഹരിയിൽ ലയിച്ച ഷെയ്ഖുന പലപ്പോഴും വിവിധ ഹാലുകളിൽ ആറാടാൻ തുടങ്ങി. സൂഫി തത്വചിന്തയുടെ പാലും തേനും കുടിച്ചവരിങ്ങനെയാണ്. യൂസുഫ് ഹാജിയിൽ വിത്തുപാകിയത് ഫരീദ് ഔലിയ റളിയല്ലാഹു അൻഹു, മുളപ്പിച്ചത് അബ്ദുൾ റസാഖ് മുസ്ലിയാർ റളിയല്ലാഹു അൻഹു, വളർത്തിയത് ഷെയ്ഖ് സിറാജുദ്ദീൻ ഖാദിരി റളിയല്ലാഹു അൻഹുവും പഴുന്നാന മൂപ്പരും റളിയല്ലാഹു അൻഹു. അപ്പോൾ പിന്നെ ആത്മീയ നീരാട്ടിൽ നീരാടി തിമിർക്കാൻ മറ്റെന്തു വേണം? മലബാറിന്റെ ഉമർ ഖയ്യാമായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ഇച്ചമസ്താൻ റളിയല്ലാഹു അൻഹു പാടി പറഞ്ഞ 2 വരി കാവ്യമാണിവിടെ അനുയോജ്യം. ജലാൽ എന്ന തോപ്പകമിൽ സിറെന്ന വാതിലൂടെ താക്കോലും ഇവരല്ലടി, സുഹിദെന്ന വേട്ടയിലെ അസ്ത്രം തിരുത്തു തരും മൊഴീൻ നുഫൂസല്ലടി. യൂസുഫുൽ ഖാദിരി റളിയല്ലാഹു അൻഹുയെ അനുഭവിച്ചറിഞ്ഞ പലരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ കശ്ഫിന്റെയും കറാമത്തിന്റെയും വിവിധ ഹാലുകളുടെയും മധുരിക്കുന്ന ഓർമ്മകൾ മാടവനയിലെ പനപ്പറമ്പിൽ അബ്ദുക്കുഞ്ഞി മുസ്ലിയാർ പങ്കുവെക്കുന്നതിങ്ങനെ.
12 വർഷത്തോളം പഴുന്നാന ശൈഖുനയുമായി സഹവസിച്ചിട്ടുണ്ട് അബ്ദുക്കുഞ്ഞി മുസ്ലിയാർ. പഠനം, ശൈഖുനായുടെ കാത്തിബ്, സഹായി എന്നീ നിലയിൽ വിവിധ ബന്ധങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. യൂസുഫുൽ ഖാദിരി ഇടയ്ക്കിടെ പഴുന്നാന വന്നുകൊണ്ടിരുന്നു. വന്നാൽ പലവിധ ആത്മീയ ഉത്കർഷം പുലർത്തുന്ന ഹഖായിക്കിന്റെ വർത്തമാനങ്ങളാണ് പറയുക. ചിലപ്പോൾ പറയുന്നതിന്റെ പൊരുൾ പോലും നമുക്കറിയില്ല. സംസ്കൃതത്തിൽ നല്ല പാണ്ഡിത്യമുണ്ടായിരുന്ന മഹാൻ ഒരിക്കൽ പഴുന്നാന അങ്ങാടിയിൽ നിന്ന് കുറെ ചപ്പും ചോറും വാരി ഒരു തുണിയിൽ കെട്ടി തലച്ചുമടായി ഏറ്റി സ്വാമിയെ ശരണമയ്യപ്പ എന്നിങ്ങനെ ഉരുവിട്ടുകൊണ്ട് ശൈഖുനായുടെ പള്ളിയിലേക്ക് നടന്നു. പള്ളിയിലെത്തിയപ്പോൾ ശൈഖുനായുടെ മുന്നിൽ സമർപ്പിച്ചു. ഗുരുവായൂരപ്പ എന്നും പറഞ്ഞു. ശരണം വിളികേട്ട് ജനങ്ങളും മുതഅല്ലിമീങ്ങളും പകച്ചു നിൽക്കുന്നു. ചെറുപുഞ്ചിരിയോടെ ശൈഖുന പറഞ്ഞു, യൂസുഫേ, കെട്ടഴിച്ചു കളഞ്ഞിട്ട് പറഞ്ഞതിന്റെ പൊരുൾ വിശദീകരിച്ചു കൊടുക്ക്. ഉറക്കിൽ നിന്നുണർന്ന പ്രതീതിയിൽ യൂസുഫുൽ ഖാദിരിക്ക് അപ്പോഴാണ് സ്വബോധം വന്നത്. ആത്മധൈര്യം വീണ്ടെടുത്ത് വിശദീകരിക്കാൻ തുടങ്ങി. സാമ്യ ആയ അല്ലാഹ് ശരണം, ഹയ്യ് അപ്പ. അപ്പ എന്ന തമിഴ് പദത്തിന് രക്ഷിതാവ്, ആദരണീയർ എന്ന വാക്കർത്ഥം. പഴുന്നാന മൂപ്പരുടെ ചാരത്ത് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഗുരു ആയൊരു അപ്പൻ. പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തിയാണ് കേട്ടവരെല്ലാം പിരിഞ്ഞു പോയത്. യൂസുഫ് തങ്ങൾ എന്തു പറഞ്ഞാലും പഴുന്നാന മൂപ്പര് പുഞ്ചിരി മാത്രം സമ്മാനിച്ചു. അവൻ അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ, നിങ്ങൾ അവനെ പേടിക്കണം കേട്ടോ എന്നാണ് പറയാറുണ്ടായിരുന്നത്. നാടുനീളെ ഖാദിരിയ റാത്തീബ് സ്ഥാപിക്കുകയും നടത്തുകയും ചെയ്തിരുന്ന യൂസുഫുൽ ഖാദിരി റളിയല്ലാഹു അൻഹു സ്വന്തം നാടായ പാണാവള്ളിയിലും സ്ഥാപിക്കുകയുണ്ടായി. ആ പ്രശസ്ത മജ്ലിസ് ഇപ്പോഴും മുടങ്ങാതെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ആത്മീയ സദസ്സായി അവരുടെ പുത്രൻ ശൈഖുന അബ്ദുല്ലാഹ് ദാരിമിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. വലിയ ധർമ്മിഷ്ഠനായിരുന്ന യൂസുഫുൽ ഖാദിരി റളിയല്ലാഹു അൻഹു കയ്യിലുള്ളത് മുഴുവനും വാരിക്കോരി ധർമ്മം ചെയ്തിരുന്നു. തന്റെ പ്രദേശത്ത് മദ്രസ പണിയുന്നതിനായി മഹല്ലി കമ്മിറ്റി മതപ്രഭാഷണം സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ സ്വദേശി മുളകികാട് ജോലി ചെയ്തിരുന്ന KM മൗലവിയായിരുന്നു പ്രഭാഷകൻ. പ്രഭാഷണത്തിനിടെ സംഭാവന ചോദിച്ചപ്പോൾ നിസ്സങ്കോചം മുന്നോട്ട് വന്നത് ശൈഖുന യൂസുഫ് ഹാജി ആയിരുന്നു. കാശിന് പഞ്ഞമുള്ള അക്കാലത്ത് ആദ്യ ദിവസം ഭാര്യയുടെ കഴുത്തിലെ മാല പൊട്ടിച്ച് മദ്രസക്ക് നൽകി. 2-ാം ദിവസത്തെ പരിപാടിയിലും കുറഞ്ഞില്ല. കാതിലെ കമൽ നൽകി സഹകരിച്ചു. ഇനിയും 3-ാം നാൾ സ്വർണമില്ല, പശുവിനെ നൽകി. അടുത്ത ദിവസം താമസിക്കുന്ന വീട് തന്നെ അള്ളാഹുവിന്റെ ദീനിന് നൽകി മാതൃകയായി. വിജ്ഞാനത്തെ നെഞ്ചോട് ചേർത്ത അദ്ദേഹം സ്വന്തം വസതിയിൽ വലിയൊരു ലൈബ്രറി സ്ഥാപിക്കുകയുണ്ടായി. ഓരോ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും വിവിധ ശാസ്ത്രകലയിലെ ഗ്രന്ഥങ്ങൾ ശേഖരിച്ച് പുഷ്ടിപ്പെടുത്തുകയുണ്ടായി. വൈദ്യശാസ്ത്രത്തിലും അസ്മായ ചികിത്സയിലും അത്യപൂർവങ്ങളായ ഗ്രന്ഥങ്ങൾ ശേഖരത്തെ സമ്പുഷ്ടമാക്കി. തന്റെ പിൻഗാമികളായി പണ്ഡിതരുണ്ടാകണമെന്ന വാശിയിൽ അബ്ദുള്ള, സഈദ് എന്ന പുത്രന്മാരെ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരുടെ ചാരത്ത് പഠിക്കാൻ അയക്കുകയുണ്ടായി. ആ പരമ്പര സ്വപ്നം പൂവണിഞ്ഞു. സഈദ് മുസ്ലിയാരും പാണാവള്ളി അബ്ദുല്ലാഹ് ദാരിമിയും വലിയ പണ്ഡിതരായി. പിതാവിന്റെ പാതയിൽ ചലിക്കാനും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാനും ദാരിമിക്ക് സാധിച്ചു. തൽഫലമായി പിതാവ് സ്ഥാപിച്ച ലൈബ്രറി പുഷ്ടിപ്പെടുത്തി വികസിപ്പിച്ചു. തന്റെ വീട് നിന്നിരുന്ന സ്ഥലത്ത് ദാറുൽ ഹിക്കം എന്ന പേരിൽ ഉന്നതമായ ഒരു മതഭൗതിക കലാലയം സ്ഥാപിച്ചു. അനവധി വിദ്യാർത്ഥികൾ അവിടെ നിന്നും പഠിച്ചിറങ്ങി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മലബാറിനെ അപേക്ഷിച്ച് വൈജ്ഞാനിക മുന്നേറ്റം കുറഞ്ഞ പ്രദേശമാണ് ആലപ്പുഴ ജില്ല. അവിടെ ഇരുന്നാണ് വരണ്ട ആകാശം നോക്കി മേഘങ്ങളെ സ്വപ്നം കാണാൻ ദാരിമി ശ്രമിച്ചത്. മികച്ച സംഘാടകനായ ദാരിമി ഉസ്താദ് അസ്മായ ചികിത്സയുടെ അകംപൊരുൾ ചികഞ്ഞ് ധൈഷണികമായ പുതിയ മേച്ചിൽപ്പുറം കണ്ടെത്തിയിട്ടുണ്ട്. തന്റെ പിതാവിൽ നിന്നും പിതാവിന്റെ ശൈഖുമാരിൽ നിന്നും നേടിയെടുത്ത പഴയ ജ്ഞാനപ്പൂക്കൾ പുതിയ ശൈലിയിലും ഭാവത്തിലും പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ അകത്തും പുറത്തുമായി ബിരുദധാരികളായ ആയിരക്കണക്കിന് ശിഷ്യരെ വാർത്തെടുക്കാൻ അദ്ദേഹം മിടുക്ക് കാണിച്ചിട്ടുണ്ട്. വിനയം പൂത്തുലഞ്ഞ ശിശുവിനെ പോലെ കൊച്ചാകുന്ന അദ്ദേഹത്തിന്റെ അങ്കക്കലി പൂണ്ട തീക്കണ്ണുകൾക്ക് മുന്നിൽ ഏതൊരാളും ഉരുകിപ്പോകും. സജ്ജന സഹവാസം ജീവിതഹാരിയായി എടുത്തവരാണ് നമ്മുടെ വഴികാട്ടികളായ സകല ഔലിയാക്കളും. മൺമറഞ്ഞ മഹാന്മാരുടെ മക്കാമുകളിൽ നിരന്തര സഹവാസം. ആത്മവിശുദ്ധി കൈവരിക്കാൻ ഹൃദയമാലിന്യങ്ങൾ നീങ്ങാൻ നിർദ്ദേശിക്കപ്പെട്ട പഞ്ചസിദ്ധൌഷധങ്ങളിൽ ഒന്നാണല്ലോ സജ്ജന സഹവാസം. നമ്മുടെ കഥാപുരുഷൻ ശൈഖ് യൂസുഫുൽ ഖാദിരി റളിയല്ലാഹു അൻഹു തന്റെ ശൈഖുമാരുടെ സിയാറത്തിന് പുറമെ കൊച്ചിയിലെ ശൈഖ് ഫരീദ് റളിയല്ലാഹു അൻഹു മക്കാമിൽ നിരന്തരം സിയാറത്ത് ചെയ്തിരുന്നു.
ക്രിസ്താബ്ദം 2000 മാർച്ച് 26 ദുൽഹിജ്ജ 13 ആ മഹാൻ നമ്മെ വിട്ടുപോയി. സത്യത്തിൽ അവരുടെ ആത്മാക്കൾ ഒരിക്കലും ഇടം വിട്ടു പോകുന്നില്ല. തങ്ങളുടെ കാലടയാളങ്ങൾ പതിഞ്ഞു കിടക്കുന്ന വഴികളെയും നിത്യം പരിചരിച്ച ഇടങ്ങളെയും സ്നേഹിച്ച മനുഷ്യരെയും വിട്ട് അവരെവിടേക്ക് പോവാൻ? നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് അഗോചരമായ ഒരു സമാന്തര പാതയിലൂടെ അവർ സഞ്ചരിക്കുന്നു. അതിനു പറ്റിയ ഒരിടമാണ് അവരുടെ മക്കാമുകൾ. കുന്നംകുളത്ത് നിന്ന് 4 കിലോമീറ്റർ കിഴക്ക് പഴുന്നാന ഗ്രാമത്തിലെ ജുമുഅത്ത് പള്ളിയുടെ തൊട്ടു മുമ്പിൽ അവരന്തിയുറങ്ങുന്നു. പഴുന്നാന ശൈഖുന ഉമർ ഖാദിരിയുടെ സഹോദരൻ നാസിറുദ്ദീൻ അബ്ദുല്ലാഹ് മുസ്ലിയാർ യൂസുഫ് ഖാദിരിയുടെ മൗലിദ് രചിച്ചിട്ടുണ്ട്. മവാഹിബുൽ ലത്തീഫ്. എല്ലാ വർഷവും അവരുടെ ഉറൂസ് പഴുന്നാന മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ വിപുലമായ രീതിയിൽ നടത്തി വരുന്നു. ഭാര്യ നഫീസ ഹജ്ജുമ. 5 പുത്രന്മാരും 3 പുത്രിമാരുമുണ്ട്. മേൽപ്പറഞ്ഞ 2 പണ്ഡിത പുത്രന്മാർക്ക് പുറമെ അബൂബക്കർ, ഹസൻ, അബ്ദുൽ ലത്തീഫ് എന്നിവർ പുത്രന്മാരും സുബൈദ, ആരിഫ, ഷാഹിദ എന്നീ പുത്രിമാരുമുണ്ട്. അബ്ദുൽ ലത്തീഫ് ഹാജിയാണ് നിലവിലെ പഴുന്നാന മഹല്ല് പ്രസിഡന്റ്. മഹാനവറുകളുടെ 25ാം ഉറൂസ് മുബാറക് പഴുന്നാനയിൽ ദുൽഹിജ്ജ 13 അതിവിപുലമായി നടത്തുന്നതോടൊപ്പം ദാറുൽ ഹിക്കമിന്റെയും സിം അക്കാദമിയുടെയും ആഭിമുഖ്യത്തിൽ ദുൽഹിജ്ജ 12 പാനാവള്ളി ദാറുൽ ഹിക്കമിൽ ഉറൂസ് മുബാറക് നടത്തപ്പെടുകയാണ്. അള്ളാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. യാ റബ്ബന ആതിൽ മുന നർജുൽ ഹുദാ നർജുൽ ഗിന അസിൽ ബുഊസൻ വൽ അന ബിശൈഖ് യൂസുഫുൽ വലി. തൃശൂർ ജില്ലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരെ സംബന്ധിച്ച് ഉസ്താദ് PSK മൊയ്തു ബാക്കവി മാടവന രചിച്ച വഴിവിളക്കുകൾ എന്ന ഗ്രന്ഥത്തിലെ 16ാം അധ്യായത്തിൽ നിന്നുള്ള പുനർവായനയാണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചത്.